ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രസ്റ്റിനെ കുറിച്ചാണ്. ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഇയർ നമ്മുടെ അനാട്ടമിയിലൊരു ടോപ്പിക്കാണ്. അപ്പർ ലിമ്പിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ലോങ് എസ്സേ ആയിട്ട് വരാം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് തന്നെ നമ്മൾ ക്ലിനിക്കൽ സൈഡിലോട്ട് നമ്മൾ കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇപ്പം ബ്രസ്റ്റിലെ ലംബ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാലം ഇപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ബ്രസ്റ്റിൻ്റെ അനാട്ടമി അറിഞ്ഞിരിക്കുക എന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. പിന്നെ എന്ന് പറയുമ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ്. ആകെ ഈ ഹെഡിങ്സ് നമ്മൾ പക്കയായിട്ട് പഠിച്ചിട്ട് പോകണം. അതുപോലെ നമുക്കറിയാം അനാട്ടമി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഫിഗറാണ്, എല്ലാം പടങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പടങ്ങളെല്ലാം തന്നെ ബൈഹാർട്ട്, അതായത് ബൈഹാർട്ട് എന്നല്ല മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ ആ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിയറി വെച്ച് നല്ലോണം തള്ളി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എല്ലാം ഇപ്പം ബ്രസ്റ്റ് പഠിക്കുകയാണെങ്കിൽ അതിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഫിഗർ ഉണ്ടോ അതൊക്കെ വരച്ച് പഠിക്കണം. എന്നാലേ നമുക്ക് മാർക്ക് കിട്ടും. നമ്മൾ ഫിഗർ മാത്രം വരച്ചാലും നമുക്ക് മാർക്ക് കിട്ടും. മനസ്സിലായത്? അതായത് നമുക്ക് പാസ്സാവേണ്ട ഭാഗം നമുക്ക് ഫിഗർ മാത്രം വരച്ചാൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എന്ന് കരുതി നമ്മൾ തിയറി പഠിക്കാണ്ടിരിക്കരുത്, തിയറിയും പഠിച്ചിട്ട് പോകണം. എന്നാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണേ ഹെഡിങ്സ്. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഉണ്ട്, എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇത് നമ്മുടെ ബ്രസ്റ്റ്, ഇതിൻ്റെ ഷേപ്പ് എന്താണ്, എക്സ്റ്റെൻഡ് എന്താണ്, എവിടെ മുതൽ എവിടം വരെയാണ്, അതാണ് എക്സ്റ്റെൻഡ്, ലാറ്റർ, അതിൻ്റെ വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്, ഹൊറിസോണ്ടൽ എക്സ്റ്റെൻഡ്, അതൊക്കെ നമ്മൾ പഠിക്കും. ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ റിലേഷൻസ്, ഇതിനെ ചുറ്റിപ്പറ്റി ആരൊക്കെയുള്ളത്, ബ്രസ്റ്റ് എന്ന് പറയുമ്പം അവിടെ ചുറ്റിപ്പറ്റി ആരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബോഡി അങ്ങനെയാണല്ലോ, അപ്പം അതിനെ ചുറ്റിപ്പറ്റി ആരൊക്കെ, അതാണ് അതിൻ്റെ റിലേഷൻസ്. പിന്നെ അവിടുത്തെ സ്ട്രക്ചർ. പിന്നെ നമ്മൾ അനാട്ടമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ നമ്മൾ മെയിൻലി പഠിക്കുന്നത് ആർട്ടീരിയ സപ്ലൈ, വീനസ് ഡ്രെയിനേജ്, നെർവ് സപ്ലൈ, അതുപോലെ തന്നെ ലിംഫാറ്റിക്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇതിന് ആർട്ടറി, നമ്മൾ ഏത് ആർട്ടറിയാണ് കൊടുക്കുന്നത്, ഏത് വെയിനാണ് ഡ്രെയിൻ ചെയ്യുന്നത്, നെർവ് സപ്ലൈ ഏതാ, അതുപോലെ തന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്കറിയാം ഇപ്പം നമ്മളൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ ഇട്ട് തരും. പക്ഷേ +1 മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അനാട്ടമിക്ക് നിങ്ങൾക്ക് എഴുതാവുന്ന ഏറ്റവും അടിപൊളി കിണ്ണം സാധനമാണ് ക്ലിനിക്കൽ കോറിലേഷൻസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എഴുതി വെച്ചാൽ നമുക്ക് അത്യാവശ്യം 1/2 മാർക്കെങ്കിലും അല്ലെങ്കിൽ 1 മാർക്കെങ്കിലും അവർ എക്സ്ട്രാ ഇട്ട് തരും. ഇത് കുറേ പേര് എഴുതാത്ത ഒരു കാര്യമാണ്, പക്ഷേ എന്തായാലും നിങ്ങളെല്ലാം എഴുതണം. അതുപോലെ ഹെഡിങ് ആയിട്ട് എഴുതാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പേപ്പർ കാണുമ്പോൾ ഒരു നീറ്റ് ഉണ്ടാവും. ഹെഡിങ് ആയിട്ട് കൊടുക്കുക, എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമുക്കറിയാം മാമറി ഗ്ലാൻഡ് ഈസ് എ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ്. എന്താണ് മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ്? നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പഠിക്കണം. പിന്നീട് എന്ന് പറഞ്ഞൊരു മാറ്റി വെക്കലൊന്നുമില്ല. ഇത് കഴിയുമ്പോൾ ഇത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ ബ്രസ്റ്റ് പക്കയായിരിക്കണം. മാമറി ഗ്ലാൻഡ് ഈസ് എ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ്. ലൊക്കേഷൻ നമ്മൾ പഠിക്കുകയാണ്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണിത്? നമുക്കറിയാം പെക്ടോറൽ ബ്രസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഓഫ് ദ പെക്ടോറൽ റീജിയൻ. ഇതാണ് നമ്മളെ പെക്ടോറൽ റീജിയൻ. അവിടുത്തെ സൂപ്പർഫിഷ്യൽ ഫേഷ്യ നമ്മൾ ഡിസെക്ഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ഡീപ് ഫേഷ്യ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം പെക്ടോറൽ റീജിയനിലെ സൂപ്പർഫിഷ്യൽ ഫേഷ്യയിൽ കാണപ്പെടുന്ന ലൊക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ബ്രസ്റ്റ്. ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സ്മോൾ എക്സ്റ്റൻഷൻ ഫ്രം എ സുപ്പറോ ലാറ്ററൽ അതിനാണ് നമ്മൾ പറയുക ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയുന്നത്. അത് പിന്നെ പിയേഴ്സസ് ദ ഡീപ് ഫേഷ്യ ആൻഡ് എക്സ്റ്റെൻസ് ഇൻ ടു ദ ആക്സിലർ. ഒന്നുമില്ല, സിമ്പിളാണ്. ബ്രസ്റ്റ് നോക്കിയേ, സൂം ചെയ്യാം. ബ്രസ്റ്റിൻ്റെ മുകളിൽ കണ്ടോ, ഇതാണ്ട സുപ്പറോ ലാറ്ററൽ. നമുക്കറിയാം ഇത് മീഡിയലാണ്, ഇത് ലാറ്ററൽ പോർഷനാണ്. അറിയില്ലേ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. മീഡിയൽ, ലാറ്ററൽ. അങ്ങനെയാണെങ്കിൽ സുപ്പറോ ലാറ്ററൽ മുകളിൽ, സുപ്പീരിയർ മുകളിൽ. അപ്പം സുപ്പറോ ലാറ്ററലായിട്ടൊരു എക്സ്റ്റൻഷൻ, സ്മോൾ എക്സ്റ്റൻഷൻ കാണപ്പെടുന്നത്. നമുക്കറിയാം ബ്രസ്റ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചു, സൂപ്പർഫിഷ്യൽ ഫേഷ്യയിൽ. അപ്പം ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയുന്ന ഒരു സ്മോൾ എക്സ്റ്റൻഷൻ പിയേഴ്സസ് ദ ഡീപ് ഫേഷ്യ. നമ്മുടെ ഡീപ് ഫേഷ്യൻ മുതൽ പിയേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ആക്സിലർ റീജിയൻസിലോട്ട് പോവുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പേർച്ചർ ഇൻ ദി ഡീപ് ഫേഷ്യ ത്രൂ വിച്ച് ദ ആക്സിലറി ടെയിൽ പാസസ് ഇൻ ടു ദ ആക്സില്ല കോൾഡ് ഫൊറാമൻ ഓഫ് ലാംഗർ. ഇവിടെ കണ്ടോ, നമുക്കറിയാം ഒരു അപ്പേർച്ചറാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫൊറാമൻ ഓഫ് ലാംഗർ. ഇതൊരു അപ്പേർച്ചറാണ് എവിടെയുള്ള ഡീപ് ഫേഷ്യയിലെ, ത്രൂ വിച്ച് അതിലൂടെയാണ് എന്ത് ആക്സിലറി ടെയിൽ പാസസ് ഇൻ ടു ദ ആക്സിലയിലോട്ട് ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് പാസ് ചെയ്യുന്നത്. അതിനെയാണ് ഫൊറാമൻ ഓഫ് ലാംഗർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? 3 പോയിന്റ്. എവിടെയാ? സൂപ്പർഫിഷ്യൽ ഫേഷ്യ. എവിടെ? പെക്ടോറൽ റീജിയനിൽ സൂപ്പർഫിഷ്യൽ ഫേഷ്യയിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ബ്രസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തേത് വേം പറ, ഏതൊക്കെയാ? ഒരു സ്മോൾ എക്സ്റ്റൻഷൻ ഉണ്ട്. എവിടെ? സുപ്പറോ ലാറ്ററൽ. അതിനെന്താ പറയുക? ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ്. അത് എവിടത്തോട്ടാണ് PS ചെയ്യുന്നത്? ഡീപ് ഫേഷ്യ PS ചെയ്തിട്ട് എവിടത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു? എൻ്റെ കൂടെ പറ, ആക്സിലയിലോട്ട്. അടുത്തത് 3ാമത്തെ കാര്യം ഫൊറാമൻ ഓഫ് ലാംഗർ. അതെന്താ സാധനം? അതെന്നൊരു അപ്പേർച്ചറാണ്.
അതിലൂടെയാണ് ഈ ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയുന്നത് ആക്സിലറിയിലോട്ട് പാസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ലൊക്കേഷൻ പഠിച്ചു, ഇത്രയേ ഉള്ളൂ. ഒരു ഹെഡിങ് കഴിഞ്ഞു, അത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതെന്നാണ് ഷേപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ്. ഷേപ്പ് നമുക്ക് പഠിക്കാമല്ലോ. ഷേപ്പ് എന്താ? ഇതൊരു എന്താ മക്കളെ, ഒരു ഹെമിസ്ഫെറിക്കൽ ബൾജാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റെൻറ്റ്. എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഇത് കണ്ടോ, വേർട്ടിക്കൽ എക്സ്റ്റെൻറ്റും പഠിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ എക്സ്റ്റെൻറ്റും പഠിക്കണം. വേർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് ഒന്നുമില്ല, ഈ ഫിഗർ തന്നെ, ഈ ഫിഗർ പഠിച്ചാൽ കഴിഞ്ഞു. നോക്കിയേ, സെക്കൻഡ് റിബ് കണ്ടോ, സെക്കൻഡ് റിബ് മുതൽ 6th റിബ് വരെ വേർട്ടിക്കൽ എക്സ്റ്റൻഷൻ പഠിച്ചേ. സെക്കൻഡ് മുതൽ 6th വരെ കണ്ണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഫിഗർ സെക്കൻഡ് മുതൽ 6th വരെ. അടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടോ, ഇവിടെ കണ്ടോ, മിഡ് ആക്സിലറി ലൈൻ മുതൽ നമ്മുടെ സ്റ്റേണല്ലേ, ഇത് സ്റ്റേണ അറിയില്ല നമുക്ക്, സ്റ്റേണ ഇത്, ഈ സാധനം ഇതാണ് സ്റ്റേണം, അതിൻ്റെ ലാറ്ററൽ ബോർഡർ. അപ്പോൾ ലാറ്ററൽ ബോർഡർ ഓഫ് സ്റ്റേണം ഫ്രം അത് മുതൽ, അതായത് മിഡ് ആക്സിലറി ലൈൻ വരെ. ഇനി നമുക്ക് പഠിക്കേ, നോക്കിക്കോ. വേർട്ടിക്കലി എന്താ, പറ, സെക്കൻഡ് ടു 6th റിബ്, ഓക്കെ ആണേ. അടുത്തത് ഹൊറിസോണ്ടലി, വേം പറ. ലാറ്ററൽ ബോർഡർ ഓഫ് സ്റ്റേണം ടു മിഡ് ആക്സിലറി ലൈൻ കഴിഞ്ഞു, 2 എണ്ണം കഴിഞ്ഞു. ലൊക്കേഷൻ പറഞ്ഞു, ഷേപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ്. ഇനി അടുത്ത റിലേഷൻ എന്തൊക്കെയാണ്, ചുറ്റിപ്പറ്റി എന്തൊക്കെ കാണും ഓർത്ത് വെച്ചോ. നമ്മുടെ ഇതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് കാണുന്നത്? നമ്മൾ സൂപ്പർഫിഷ്യൽ ടു ഡീപ്പാണ് പറയാൻ പോകുന്നത്. അതിനാദ്യം പെക്ടറൽ ഫേഷ്യ, നമുക്കറിയാൻ പറയും പെക്ടറൽ ഫേഷ്യ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കാണാൻ പറ്റുന്നതാണ് 3 മസിൽസ്. ഏതൊക്കെയാണ്? വേം പറ. പെക്ടറൽ റീജിയനാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഡിസെക്ഷനെല്ലാം ചെയ്യുമ്പോൾ കാണുന്ന മസിൽ ഏതാ? പെക്ടോറാലിസ് മേജർ മസിൽ, ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഏതാ? ഇവിടെ സൈഡ് കണ്ടോ, ഇങ്ങനെ അങ്ങ് വരച്ച് വെക്കുക. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു കൈയെല്ലാം വരയ്ക്കുക, ഇവിടെ ഒരു ബ്രസ്റ്റ് അങ്ങ് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഈ കൈൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ പെക്ടോറാലിസ് മേജർ അങ്ങ് വരയ്ക്കുക, ഇവിടെ ഇങ്ങനെ സെറാട്ടസ് ആൻറ്റീരിയർ വരയ്ക്കുക. വൃത്തിയൊന്നും വേണമെന്നില്ല, ജസ്റ്റ് നമ്മളെല്ലാം ഉണ്ടായാൽ മതി. ഇവിടെ എക്സ്റ്റേണൽ ഒബ്ലിക്ക് വരയ്ക്കുക, എക്സ്റ്റേണൽ ഒബ്ലിക്ക്, സെറാട്ടസ് ആൻറ്റീരിയർ, പെക്ടോറാലിസ് മേജർ കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ 3 മസിൽസ് ഏതൊക്കെയാ? മസിൽ ഡീപ്പ് ടു ദ ബ്രസ്റ്റ് ഏതൊക്കെയാ? പെക്ടോറാലിസ് മേജർ, സെറാട്ടസ് ആൻറ്റീരിയർ, എക്സ്റ്റേണൽ ഒബ്ലിക്ക്. പിന്നെ നമ്മൾ പറഞ്ഞു സൂപ്പർഫിഷ്യലി ഏതൊക്കെയാ? പെക്ടറൽ ഫേഷ്യ. അതുപോലെ തന്നെ നമുക്കറിയാം ബ്രസ്റ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി പെക്ടറൽ ഫേഷ്യ ബൈ റിട്രോമാമറി സ്പേസ് ഫിൽഡ് വിത്ത് ലോസേരിയോളാർ ടിഷ്യൂ. ഓർത്തെ, നോക്കിയേ, ഇങ്ങോട്ട് നോക്കാം എല്ലാവരും, ഉറങ്ങൊന്നും ചെയ്യില്ല. നോക്ക്, ഇതുണ്ടോ, ഇതാണ് ബ്രസ്റ്റ്. ഇത് ബ്രസ്റ്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പെക്ടറൽ ഫേഷ്യ. ഈ ബ്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഈ പെക്ടറൽ ഫേഷ്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇതാണ് റിട്രോമാമറി. ഞാൻ ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടോ? ഇതാണ് റിട്രോമാമറി സ്പേസ്. അത് ഫിൽഡ് വിത്ത് എന്താ? ലൂസ് ഏരിയോളാർ ടിഷ്യൂ. എന്താണ്? അപ്പോൾ ഫിഗർ തന്നെയാണ് എല്ലാം, അതിനെ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ബ്രസ്റ്റ് സെപ്പറേറ്റഡ് ഫ്രം പെക്ടറൽ ഫേഷ്യ ബൈ റിട്രോമാമറി സ്പേസ് ഫിൽഡ് വിത്ത് ലൂസ് ഏരിയോളാർ ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ, ഇത്രയേ ഉള്ളൂ. ഫിഗർ വരച്ചേക്കുക, കാര്യം കഴിഞ്ഞു. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുമ്പം മെയിൻലി ഒന്നുമില്ല, ഈ 2 ഫിഗർ അങ്ങ് വരച്ചേക്കുക. ഈ 2 ഫിഗറും ഈ ഫിഗറും അങ്ങ് വരച്ചേക്കുക, കഴിഞ്ഞു. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മെയിൻലി സ്കിന്നുണ്ട്, സ്ട്രോമ, പാരങ്കൈമ. സ്കിന്നിലാണ് നമ്മുടെ നിപ്പിളും ഏരിയോളൊക്കെ വരുന്നത്. പിന്നെ സ്ട്രോമ, പാരങ്കൈമ ലോബ്യൂൾസ് ഒക്കെ വരുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന് കുറച്ച് നല്ലോണം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല. ഈ ഫിഗറൊക്കെ വരച്ച് പിന്നെ 2, 3 ഇതിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം സ്കിന്നാണെങ്കിൽ നിപ്പിളുണ്ട്, ഏരിയോളുണ്ട്, നിപ്പിൾ 4th ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ്. ഇതൊക്കെ അങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ പിന്നെ ഈ ലിഗമെൻറ്റ്സ് ഓഫ് കൂപ്പർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ഒരു പെൻഡുലസ് ആയിട്ട് മാറുന്നത് ഇതങ്ങ് ചെറുങ്ങനെ അങ്ങനെ പൊട്ടി പോകുന്ന പോലെ. നമുക്കറിയാം നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. അതിങ്ങനെ പൊട്ടി പോകുമ്പോൾ അത് ഇങ്ങനെ താണ് വരുന്നതാണ് പെൻഡുലസ് ഓഫ്. അത് തന്നെ ഈ വയസ്സാകുമ്പോൾ ബ്രസ്റ്റിന് സംഭവിക്കുന്നതാണ്. നോക്കിയേ ഈ ഫിഗർ നോക്കിയേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. ഇതുണ്ടോ ലൊബ്യൂളെ, നമ്മുടെ നിപ്പിള്, ചുറ്റും ആരിയോള, അത് കഴിഞ്ഞ് നമ്മൾ വരക്കണം. ഇത് ഇവിടെ കണ്ടോ, ഇതാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ഇത് ലാക്റ്റിഫറസ് ഡക്റ്റിന് ഒരു സ്ഥലം സൈനസ് ഉണ്ടോ, അതാണ് ലാക്റ്റിഫറസ് സൈനസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരയ്ക്കാം, കുറച്ച് മുന്തിരിക്കൊല പോലത്തെ വരയ്ക്കാം, അതാണ് അസിന്. ഓക്കെ, സെറ്റല്ലേ. പിന്നെ ഫാറ്റ്, യെല്ലോ കളറാണ് ഫാറ്റ്. നമുക്കറിയാം ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ആണല്ലോ, കുറേയും ഫാറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആർട്ടീരിയൽ സപ്ലൈ. ഇപ്പം നമ്മൾ ഏതൊക്കെ കവർ ചെയ്തു? ഒന്ന് ഓർത്തേ, മറന്നു പോയേക്കല്ല. ലൊക്കേഷൻ, ഷേപ്പ് കഴിഞ്ഞു. ലൊക്കേഷൻ എവിടെയാ? സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ഓർത്ത് വെക്കണം. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ്, ഫൊറാമന ഫ്ലാങ്കർ, ഇതെല്ലാം ഓർത്ത് വെക്കണേ. ഫൊറാമന ഫ്ലാങ്കർ, പിന്നെ എല്ലാം ഓർത്ത് വെക്കണം. അടുത്ത ഷേപ്പ് ഏതാ? ഓർമ്മയില്ലേ?
പിന്നെ എക്സ്റ്റെൻഡ് 2nd to 6th ലാറ്ററൽ ബോർഡ് ഓഫ് സ്റ്റേണം മിഡ് ആക്സിലറി ലൈൻ ഇതൊക്കെ ഓർത്തിക്കണം. റിലേഷൻസ് 3 മസിൽ ഏതൊക്കെയാണ്? സെറാറ്റസ് ആൻറ്റീരിയർ, പെക്ടോറാലിസ് മേജർ, പിന്നെ എക്സ്റ്റേണൽ ഓബ്ലിക്ക്. പിന്നെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? സ്കിന്ന്, സ്ട്രോമ, പാരങ്കൈമ. ഓർമ്മയില്ലേ? സ്കിന്ന്, സ്ട്രോമ, പാരങ്കൈമ, പിന്നെ ഫിഗേഴ്സും. ഇനി അടുത്തത് നമ്മളിപ്പോൾ ആർട്ടീരിയൽ സപ്ലൈയും വീനസ് സപ്ലൈയും നെർവ് സപ്ലൈ ഇപ്പോൾ 3 നമ്മൾ പഠിക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകണേ. റെഡിയല്ലേ എല്ലാവരും? ഈ ഫിഗർ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പം ആക്സിലറി ആർട്ടറി പഠിക്കുമ്പോൾ വരും. അപ്പോൾ ഓർത്ത് വെക്കണം. ആക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ഇത്. കണ്ടോ ഗൈസ്? നോക്കൂ, ഇത് കണ്ടോ? സുപ്പീരിയർ തൊറാസിക് ആർട്ടറി. ഇതെന്ന് പറഞ്ഞാൽ തൊറാക്കോ അക്രോമിയൽ ആർട്ടറി ആണ്, അതിൻ്റെ പെക്ടോറൽ ബ്രാഞ്ച്. അപ്പം നമുക്കറിയാം ഈ തൊറാക്കോ അക്രോമിയൽ ആർട്ടറി ഉണ്ട്, അതിൻ്റെ പെക്ടോറൽ ബ്രാഞ്ചാണ്. കാരണം പെക്ടോറൽ റീജിയനിലോട്ട് പോകുന്നത്. അപ്പോൾ പെക്ടോറൽ ബ്രാഞ്ച് ഓഫ് തൊറാക്കോ അക്രോമിയൽ ആർട്ടറി. ഇത് ലാറ്ററൽ തൊറാസിക് ആർട്ടറി. ഓർമ്മയില്ലേ? അതാണ് സുപ്പീരിയർ തൊറാസിക് ആർട്ടറി, തൊറാക്കോ അക്രോമിയൽ ആർട്ടറിയുടെ പെക്ടോറൽ ബ്രാഞ്ച്, ലാറ്ററൽ തൊറാസിക് ആർട്ടറി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 എക്സ്ട്രാ വരുന്നതാണ് ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി, പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് 3 തൊറാസിക് ആർട്ടറി ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. 3 തൊറാസിക് ആർട്ടറി. അതിൽ തന്നെ മുകളിലുള്ളത് സുപ്പീരിയർ അല്ലേ? പിന്നെ ഇതുകൊണ്ടാണ് ഇത് കുറച്ച് ലാറ്ററലാണെന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ ആലോചിക്കും. അങ്ങനെ സുപ്പീരിയർ തൊറാസിക് ആർട്ടറി, പിന്നെ ലാറ്ററൽ തൊറാസിക് ആർട്ടറി, പിന്നെ അതിൻ്റെ നടുക്കുള്ള നമ്മൾ പറഞ്ഞു ലാറ്ററൽ ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി. ഇവിടെ വരുന്നത് ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി. ഇത് തൊറാക്സ് ആണല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻറ്റേർണലി വരുന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഒന്നും ഒരു ഗതിയില്ലാണ്ട് ഞാൻ പറഞ്ഞാൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. അപ്പം സുപ്പീരിയർ തൊറാസിക് ആർട്ടറി, ഇവിടെയുള്ള ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി, ലാറ്ററൽ തൊറാസിക്, അങ്ങനെ 3 തൊറാസിക് ആർട്ടറി ഓർത്ത് വയ്ക്കുക. 3 തൊറാസിക് ആർട്ടറി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന കണ്ടോ മക്കളെ? പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി. ഈ സ്ഥലം കണ്ണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അപ്പം ഓർത്ത് വയ്ക്കുക. മുകളിൽ സുപ്പീരിയർ തൊറാസിക് ആർട്ടറി, പിന്നെ തൊറാക്കോ അക്രോമിയൽ, അതിൻ്റെ പെക്ടോറൽ ബ്രാഞ്ച് ഓഫ് തൊറാക്കോ അക്രോമിയൽ ആർട്ടറി. അത് കഴിഞ്ഞിട്ട് ലാറ്ററൽ തൊറാസിക് ആർട്ടറി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. അത് കഴിഞ്ഞിട്ട് താഴെ ബ്രസ്റ്റിൻ്റെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നിന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറിയും ഈ സൈഡിൽ നിന്ന് വരുന്നത് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റലും. ഓർമ്മയില്ലേ? ഇങ്ങനെ ഇത് സുപ്പീരിയർ, ഇത് പെക്ടോറൽ ബ്രാഞ്ച് ഓഫ് തൊറാക്കോ അക്രോമിയൽ. ഇത് ലാറ്ററൽ അല്ലേ? അപ്പോൾ ലാറ്ററൽ. പിന്നെ ഇങ്ങനെ 3 ഇങ്ങനെ 4. അതിൽ ഇത് ഇൻറ്റേർണൽ തൊറാക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ ഇൻറ്റേർണൽ തൊറാസിക് ആയിട്ട് കൂട്ടിക്കോ. ഇത് പോസ്റ്റീരിയർ ആയതുകൊണ്ട് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി. ഓർക്കണേ ഒന്നുകൂടെ വരയ്ക്ക്, ജസ്റ്റ് വരച്ച് പഠിക്കുക. സുപ്പീരിയർ തൊറാസിക് ഇതെന്താ? പെക്ടോറൽ ബ്രാഞ്ച് ഓഫ് തൊറാക്കോ അക്രോമിയൽ. ഇതെന്താ? ലാറ്ററൽ തൊറാസിക്. ഇത് 3 ആക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ചസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് ഏതൊക്കെയാ? ഇങ്ങനെയാണ്. ഇത് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ. ഇതെന്താ? വേം പറ. ഓർത്തെ ഈ സൈഡിൽ നിന്ന് വരുന്നത് തൊറാക്സ് തുറന്നേ. അപ്പോൾ ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി. ഓക്കെ, 3 തൊറാസിക് ആർട്ടറി ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. 3 തൊറാസിക് ആർട്ടറി ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. മറ്റു 2 ഇത് ഓക്കെ ആണേ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ വീനസ് ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ആക്സിലറി വെയിൻ, ഇൻറ്റേർണൽ തൊറാസിക് വെയിൻ, പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിൻസ്. ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെയും ഓർത്ത് വെക്കാം. ഞാൻ പറഞ്ഞു ഇത് 3 എന്താണ്? ആക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ച് ആണല്ലോ. അപ്പം ഓർത്തെ. അപ്പം നമ്മൾ ആക്സിലറി ആർട്ടറി സ്പ്ലിറ്റ് ചെയ്യണം, ആക്സിലറി വെയിൻ അങ്ങ് എഴുതി വെച്ചു. അപ്പം പിന്നെ ഇവിടെയുള്ള ഇൻറ്റേർണൽ തൊറാസിക്കും പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ, അത് ആർട്ടറി ഇവിടെ. അപ്പം ഇൻറ്റേർണൽ തൊറാസിക് വെയിനും പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിൻസും അങ്ങനെ ഓർത്ത് വെച്ചേക്കും. പിന്നെ നെർവ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രൈമർലി സൊമാറ്റോ സെൻസറി ആണ്. പിന്നെ നമ്മൾ പഠിച്ചു എക്സ്റ്റെൻഡ് എവിടെ മുതലാ? 2nd to 6th അല്ലേ? അപ്പം അതിനെ ആലോചിച്ച് വെക്കുക. അപ്പം ഡിറൈവ്ഡ് ഫ്രം ദി 2nd to 6th ഇൻ്റർകോസ്റ്റൽ നെർവ്സ് ഓർത്ത് വെക്കണേ. ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ 2nd to 6th ഇൻ്റർകോസ്റ്റൽ നെർവ്സ് മറന്നു പോകും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും വെച്ച് ഓർത്ത് വെക്കുക. അതേ ഉള്ളൊരു ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അടുത്തതാണ് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആദ്യം ഏതൊക്കെ ലിംഫ് നോഡ്സ് ഉണ്ടെന്ന് പഠിക്കാം. ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് അങ്ങ് പഠിച്ച് വെച്ചേക്ക്. നോക്കിയേ, കൈ ആക്സില്ല ഇങ്ങനെ വരച്ചങ്ങ് വെച്ചേക്ക്. ഇതിൻ്റെ മുകളിലോട്ട് വരച്ച് പഠിപ്പിക്കാം. ഇപ്പം നോക്കാം, ഇവിടെ ഇത് കണ്ടോ? ഇതാണ് ഇൻറ്റേർണൽ മാമറി. ഇത് മാമറി അല്ലേ? ഇതിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻറ്റേർണൽ മാമറി ലിംഫ് നോഡ്സ്, ഇൻറ്റേർണൽ മാമറി നോഡ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ എന്തിനാണെന്നറിയാം നേരത്തെ സ്ക്രീൻഷോട്ട് കണ്ണിലെടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തെ ഇതുണ്ടോ? ഇതെന്താ? പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി അവിടെ നിന്ന് എഴുതാം. അപ്പം നമ്മൾ ഫിഗർ വരക്കാൻ നമുക്ക് എളുപ്പമായി. ഇത് കണ്ടോ? പോസ്റ്റീരിയർ
ഇൻ്റർകോസ്റ്റൽ നോട്ട്സും ഞാൻ ഫിഗർ വരക്കാൻ എളുപ്പത്തിൽ എന്തൊക്കെയോ പറയുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചേക്ക്. ഓക്കെ. ഇനി നമ്മളിത് ആക്സിലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ടും ആക്സിലറി ലിംഫ് നോഡ്സ് ആണ്. നമ്മൾ ആക്സില പഠിക്കുമ്പോൾ അവിടെ പഠിക്കും ആക്സിലറി ലിംഫ് നോഡ്സ് ആണ്. അതിലിപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, ഇത് കണ്ണിലെടുത്ത് വെച്ച് വരയ്ക്കുക, അങ്ങോട്ട് വരച്ച് അങ്ങ് പഠിക്കുക. പിന്നെ ടെക്സ്റ്റും കൂടെ വായിക്കുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റും കൂടെ നല്ലോണം ഓക്കെ ആയിക്കോളും. ഞാൻ ജസ്റ്റ് ഇങ്ങൾക്കൊന്ന് എക്സാമിന് തട്ടിക്കൂട്ടി പോകേണ്ട രീതിക്കുള്ളത് ആക്കി തരുന്നതാണ്. ഇതെന്താ ആൻറ്റീരിയർ, ഇതെന്താ പോസ്റ്റീരിയർ. അപ്പോൾ രണ്ടെണ്ണമായേ, ആൻറ്റീരിയർ പോസ്റ്റീരിയർ. ഇതിന് മുകളിൽ ഇവിടെ കണ്ട ഇത് സെൻട്രൽ, ഇത് കുറച്ച് ലാറ്ററൽ, പിന്നെ ഇതിന് നേരെ എപ്പിക്കൽ, ഏറ്റവും മുകളിൽ എപ്പിക്കൽ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഡെൽറ്റോഡമസിൻ്റെ അങ്ങനെ കൂട്ടിക്കും. അപ്പോൾ ഡെൽറ്റോ പെക്ടറൽ. ഇതിൽ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ ഇവിടെ കണ്ടോ സുപ്രാ ക്ലാവിക്കുലർ, നമ്മൾ ക്ലാവിക്കുലാണല്ലോ, അതിൻ്റെ മുകളിൽ സുപ്രാ ക്ലാവിക്കുലർ. ഓക്കെ ആണേ. നോക്കിയേ, ഞാൻ പേര് മറച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം പറഞ്ഞേ, ഇതെന്താ ഇൻറ്റേർണൽ മെമ്മറി. ഇവിടെ നമ്മുടെ ആർട്ടറി ഓർക്ക്, പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ നോഡ്സ് അവിടെ. ഇത് ആക്സിലാണെങ്കിൽ ആക്സിലയുടെ ഇത് പോസ്റ്റീരിയർ, അത് ആൻറ്റീരിയർ, ഇത് സെൻട്രൽ, ഇതുണ്ടോ സെൻട്രൽ, ഇത് ലാറ്ററൽ, അങ്ങനെ ഓർത്ത് വെച്ച് പിടിക്കാം. അപ്പോൾ ഇത്രയും ഗ്രൂപ്പ്സ്, എപ്പിക്കൽ ഓർക്കണേ, സെൻട്രൽ, ലാറ്ററൽ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. ഇതാണ് ആക്സിലറി ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ഡെൽറ്റോ പെക്ടർ, പിന്നെ ക്ലാവിക്കിൻ്റെ മുകളിൽ സുപ്രാ ക്ലാവിക്കുലർ നോഡ്സ്. ഇതാണ് ലിംഫ് നോഡ്സ്. ഇതൊക്കെ വരച്ച് വെക്കുക അങ്ങോട്ട്. ഇനി ഇതിൻ്റെ ഡ്രെയിനേജ് പറയാം. ഇത് കണ്ടോ, ഈ ദ ലിംഫാറ്റിക്സ് ഡ്രെയിനിങ്, അതായത് ലിംഫാറ്റിക് ഡ്രെയിനിങ് ദ ബ്രസ്റ്റ് ഡിവൈഡഡ് ഇൻറ്റു മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൂപ്പർഫിഷ്യലും ഡീപ്പും. ഈ സൂപ്പർഫിഷ്യൽ ഡ്രെയിൻ എവിടുന്ന സ്കിന്നിനെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സെപ്റ്റ് നിപ്പിൾ ആൻഡ് ഏരിയോള, നിപ്പിൾ ആൻഡ് ഏരിയോളനും ഇല്ല. ഈ ഡീപ്പായിട്ടുള്ള ലിംഫാറ്റിക്സ് ആണെങ്കിൽ പാരൻകൈമ, അതുപോലെ തന്നെ ഇവിടെ നിപ്പിളിനെ ഏരിയോള ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഇവരതിന് ചെയ്യും. മനസ്സിലായോ? അതാണ് സൂപ്പർഫിഷ്യലും ഡീപ്പും. ഇനി അടുത്തത് നമ്മുടെ ഈ പ്ലക്സസ് ഓഫ് ലിംഫ് വെസൽസ് ഡീപ്പ് ടു ദ ഏരിയോള ഈസ് കോൾഡ് സബ് ഏരിയോള പ്ലക്സസ് ഓഫ് സാപ്പി. ഇത് നമുക്ക് ടെക്സ്റ്റിലൊരു ഫിഗർ കാണാൻ പറ്റും. അതായത് ഇങ്ങനെ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ നിപ്പിളിന് ചുറ്റും ഇങ്ങനെ പ്ലക്സസ് ഓഫ് നെർവ്സ് എന്നാണ് പറയുന്നത്. പ്ലക്സസ് ഓഫ് ലിംഫ് വെസൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് സബ് ഏരിയോളാർ പ്ലക്സസ് ഓഫ് സാപ്പി എന്ന് പറയുന്നത്. ഡീപ്പ് ടു ദ ഏരിയോള. അതെന്ന് പറഞ്ഞാൽ ഇത് എഴുതിയിട്ട് അവിടെ മറ്റേ ആ ടെക്സ്റ്റിൽ ആ ഫിഗർ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ആ ഫിഗറും കൂടെ വരച്ചിരിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് ഡ്രെയിനേജസ് ആണ്. ലിംഫാറ്റിക് ഡ്രെയിനേജ് നമുക്കറിയാൻ പറ്റും. ഇതെന്താ ഇതിനെ നമ്മൾ പൊതുവെ 4 ക്വാഡ്രൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് രണ്ടും അപ്പർ ക്വാഡ്രൻ്റ്, ഇത് രണ്ടും ലോവർ ക്വാഡ്രൻ്റ്. അപ്പർ ഇതേതാ നമ്മൾ പറഞ്ഞു, ഇവിടെ എല്ലാം ഇത് മീഡിയൽ, ഇത് ലാറ്ററൽ. അപ്പം അപ്പർ മീഡിയൽ, ലോവർ മീഡിയൽ, അപ്പർ ലാറ്ററൽ, ലോവർ ലാറ്ററൽ. ഓക്കെ, അങ്ങനെ. പിന്നെ നമ്മൾ ലിംഫിനോട് അതുപോലെ നമ്മളെടുത്ത് വരച്ച് വയ്ക്കുന്നു. ഇതാണ് നമ്മൾ ഈ ഫിഗറിൽ. ഇത് നമ്മൾ എന്താ കാണിക്കുന്നത്, ഇതിൽ കണ്ടോ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണ് നമ്മൾ പഠിക്കാൻ വന്നത്. അതിൽ ലാറ്ററൽ ക്വാഡ്രൻറ്റ്. അപ്പം ഇനി ഓരോ ക്വാഡ്രൻറ്റും എവിടെ നിന്ന് എടുത്തോട്ടാം. അപ്പം ലാറ്ററൽ ക്വാഡ്രൻറ്റ് ഞാൻ കാണിച്ചു തരാം. ലാറ്ററൽ ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ ആക്സിലറി ഓർ പെക്ടറൽ ഗ്രൂപ്പ്. കണ്ടോ ലാറ്ററൽ ക്വാഡ്രൻറ്റ് എടുത്തേ, ഇതാണ് 2 ലാറ്ററൽ ക്വാഡ്രൻറ്റ്. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാൻ പഠിപ്പിച്ചത്. ആദ്യം ഈ ഫിഗർ അങ്ങനെ വരയ്ക്കാമെന്നൊരു ഷോർട്ട് കട്ട് എന്നല്ല, ജസ്റ്റ് ഓർത്തിരിക്കുന്ന രീതിക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്കത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഫിഗർ വരച്ചേക്കണം. ഇതെന്താ, ഇത് നേരെ പോകുന്ന എടുത്തോട്ടാ. ഇതേതാ മക്കളെ, ഇത് ആൻറ്റീരിയർ അല്ലേ, ആൻറ്റീരിയറിലോട്ട് വരച്ച് വെക്കുക. അതുപോലെ തന്നെ ലോവറിന്നും ആൻറ്റീരിയറിലോട്ട് പോകുന്നുണ്ട്, അത് രണ്ടും ആദ്യം വരച്ച് വെക്കാം. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ലോവർ ലാറ്ററൽ ക്വാഡ്രൻ്റ് ഉണ്ടോ, ഈ സാധനം ഇതിന്ന് പോകുന്നതെല്ലാം പോസ്റ്റീരിയറിലേക്കാണെന്ന് ഓർത്ത് വെക്കാം. ഇതിന്ന് ആൻറ്റീരിയറിലോട്ട് പോകുന്നുണ്ടേ. അതുപോലെ തന്നെ അപ്പർ ലാറ്ററിനും ആൻറ്റീരിയറിലോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടും പോസ്റ്റീരിയറിൽ പോകുന്നത് ഓർത്ത് വെച്ചാൽ ഇവിടുന്ന് താഴെ നിന്ന് വീണ്ടും പോസ്റ്റീരിയർ ഗ്രൂപ്പിലോട്ടും പോകുന്നുണ്ട്. പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ലിംഫ് നോഡ്സ് അവിടത്തോട്ടും പോകുന്നുണ്ട് ഓർത്ത് വെച്ചേ. അതായത് അപ്പർ ഇവിടുന്ന് എടുത്തോട്ട് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഇവിടുന്ന് പോസ്റ്റീരിയർ കണ്ടോ, പോസ്റ്റീരിയർ ഇവിടുന്ന് പോസ്റ്റീരിയർ ഇങ്ങനെ വരച്ച് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഡ്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ, അതായത് ഈ നമ്മുടെ പോസ്റ്റീരിയറും ഈ ആൻറ്റീരിയറും എവിടത്തോട്ടാ സെൻട്രലിലോട്ട് ഡ്രെയിൻ ആയിക്കോളും. പിന്നെ അവിടെ നിന്ന് ഡെൽറ്റോ പെക്ടറൽ, പിന്നെ അവിടെ നിന്ന് നമ്മുടെ ആക്ടിക്കൽ ഗ്രൂപ്പിലോട്ടൊക്കെ ഡ്രെയിൻ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ ലാറ്ററൽ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളിനി മീഡിയൽ പഠിക്കണം. മീഡിയൽ പഠിക്കുമ്പോൾ അപ്പർ മീഡിയലുണ്ട്, ലോവർ മീഡിയലുണ്ട്. അപ്പർ മീഡിയൽ എന്ന് പറയുമ്പം അപ്പർ മീഡിയൽ അതിൻ്റെ സെയിം സൈഡിലോട്ടുള്ള ഇൻറ്റേർണൽ എന്താ പറയുക മാമറി നോട്ട്സിലോട്ടും പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇൻറ്റേർണൽ മാമറി നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോവർ മീഡിയൽ എന്തുണ്ട്, അപ്പുറത്തോട്ടുണ്ട്
അതായത് ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ഇൻറ്റേർണൽ മാമറിയിലോട്ടും ഉണ്ട്, അതിൻ്റെ അതേ സൈഡിലുള്ള ഇൻറ്റേർണൽ മാമറിയിലോട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഈ ലോവർ മീഡിയൽ അല്ലേ, അവിടുന്ന് സബ് പെരിട്ടോണിയൽ ലിംഫ് പ്ലെക്സസ് ഉണ്ടാവും. പെരിട്ടോണിയം നമ്മൾ അബ്ഡോമിനൽ എടുക്കുമ്പോൾ പഠിക്കും. ഇവിടത്തോട്ട് സബ് പെരിട്ടോണിയൽ ലിംഫ് പ്ലെക്സസ് താഴ്ന്ന് ഇവിടത്തോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഈ ക്രുക്കൻബർഗ് ട്യൂമർ, അത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനസ്സിലായോ? ഈ ഫിഗർ വരക്കേണ്ടതാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ വരക്കുക. ഇവിടെ നിന്ന് ആൻറ്റീരിയർ, ഇവിടെ നിന്നും ആൻറ്റീരിയറിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 2 പോസ്റ്റീരിയറിലോട്ട് പോകുന്നുണ്ട്. പോസ്റ്റീരിയർ നമ്മുടെ ആക്സിലറി ഗ്രൂപ്പ് ഉണ്ട്, ഇതുപോലെ തന്നെ പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റലിലോട്ടും പോകുന്നുണ്ട്. ഇത് ആൻറ്റീരിയർ ആക്സിലറി. അവിടെ നിന്ന് പിന്നെ സെൻട്രലിൽ നിന്ന് പിന്നെ ഇവിടെ ഡെൽറ്റോപെക്ടറൽ, അവിടെ നിന്ന് പിന്നെ എപ്പിക്കൽ. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ സെയിം സൈഡും ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഇൻറ്റേർണൽ മാമറിയിലോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് സെയിം സൈഡ് ഓപ്പോസിറ്റ് സൈഡ്, ഇവിടുന്ന് നമ്മുടെ സബ് പെരിട്ടോണിയൽ പ്ലെക്സസ്. ഈ വരച്ചങ്ങ് പഠിക്കാം, എന്നിട്ട് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടോ, ലാറ്ററൽ ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ ആക്സിലറി അല്ലെങ്കിൽ പെക്ടറൽ. ആൻറ്റീരിയർ ആക്സിലറി, ലാറ്ററൽ മീഡിയൽ, അപ്പം ആൻറ്റീരിയർ. ലാറ്ററൽ ക്വാഡ്രൻ്റ് കണ്ടോ ആൻറ്റീരിയറിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയൽ ക്വാഡ്രൻ്റ് ഉണ്ട്. മീഡിയൽ ക്വാഡ്രൻ്റ് ഇൻറ്റേർണൽ മാമറി ലിംഫ് നോഡ്സ്. സം ലിംഫാറ്റിക്സ് മേ ഗോ ടു ദി ഇൻറ്റേർണൽ മാമറി ലിംഫ് നോഡ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. നമ്മൾ പറഞ്ഞല്ലോ ഇവിടത്തോട്ട് പോകുന്നുണ്ട്, സം ഇവിടത്തോട്ട് പോകുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ഇൻറ്റേർണൽ മാമറി നോഡ്സിലോട്ടും പോകുന്നുണ്ട്. ഇനി ലോവർ ലാറ്ററൽ ക്വാഡ്രൻ്റ്, അപ്പം ഇതല്ലേ ലോവർ ലാറ്ററൽ ക്വാഡ്രൻ്റ്. അവിടെ എന്താ പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ നോഡ്സ് കണ്ടോ, പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ നോഡ്സിലോട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാകുമ്പം ലോവർ മീഡിയൽ ക്വാഡ്രൻ്റ്. എന്താ ലോവർ മീഡിയൽ ക്വാഡ്രൻ്റ്? ഇത് അതാ നിങ്ങൾ വേസ്റ്റ്, ഇതെനിക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ലോവർ മീഡിയൽ ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ പിയേഴ്സസ് ദ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാള് പിയേഴ്സ് ചെയ്തിട്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സബ് ഡയഫ്രമാറ്റിക് ആൻഡ് സബ് പെരിട്ടോണിയൽ പ്ലെക്സ്. ഇത് സബ് പെരിട്ടോണിയം, അങ്ങനെ മതി, അത് ഓർത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടാകുമ്പം ദ ലിംഫ് വെസൽസ് ഫ്രം ദി ഡീപ് സർഫസസ് ഓഫ് ദ ബ്രസ്റ്റ് പിയേഴ്സസ് ദ പെക്ടോറാലിസ് മേജസ് ആൻഡ് ക്ലാവിയ പെക്ടോറൽ ഫേഷ്യ ഡ്രെയിൻ ഇൻ ടു ദ എപ്പിക്കൽ ഗ്രൂപ്പ് ഓഫ് ദ ലിംഫ് നോഡ്സ്. അതിനൊരു ഫിഗർ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ഫിഗർ ഉണ്ട്, അതിൽ നോക്കിയാൽ പറ്റും. അതായത് ലിംഫ് വെസൽസ് ഫ്രം എന്താ ഡീപ് സർഫസ് ഓഫ് ദ ബ്രസ്റ്റ് പിയേഴ്സസ് ദ പെക്ടോറാലിസ് മേജറിൻ്റെ മസിലിനെ പിയേഴ്സ് ചെയ്തിട്ട്, അതുപോലെ തന്നെ പെക്ടോറാലിസ് മേജർ മസിൽസ്, അതുപോലെ ക്ലാവിയ പെക്ടോറൽ ഫേഷ്യ, ഇതിനൊക്കെ ചെയ്തിട്ട് എപ്പിക്കൽ ഗ്രൂപ്പ് ഓഫ് ആക്സിലർ ലിംഫ് നോഡ് ഡ്രെയിൻഡ് ആവുന്നുണ്ട്. ഇന്നോട് വായിച്ചേ, ലിംഫ് വെസൽസ് ഫ്രം ദി ഡീപ് സർഫസ് ഓഫ് ദ ബ്രസ്റ്റ് എന്ന് വരുന്ന ലിംഫ് വെസൽസ് പിയേഴ്സസ് ദ പെക്ടോറാലിസ് മേജർ ആൻഡ് ക്ലാവിയ പെക്ടോറൽ ഫേഷ്യ ഡ്രെയിൻഡ് ഇൻ ടു എപ്പിക്കൽ ഗ്രൂപ്പ് ഓഫ് ആക്സിലർ. ഇതിൻ്റെ ഫിഗേഴ്സ് ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കണേ, ഞാൻ ആഡ് ചെയ്തില്ല. അത് കഴിഞ്ഞാൽ അടുത്തത് ഇപ്പം നമ്മൾ ഏതൊക്കെ കവർ ചെയ്തു, ഇനി അടുത്ത് നമ്മൾ ലിംഫാറ്റിക്സും കവർ ചെയ്തു. ഇനി നമ്മൾ ക്ലിനിക്കൽ. അപ്പോൾ ഇത്ര ഓർക്കണേ, ആദ്യം പഠിച്ചത് ലൊക്കേഷൻ, പിന്നെ ഷേപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ്, റിലേഷൻസ്, സ്ട്രക്ചർ, ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, നെർവ് സപ്ലൈ, ലിംഫാറ്റിക് ഡ്രെയിനേജ്, എല്ലാം ഒന്ന് റീകളക്ട് ചെയ്യണേ, ഓർത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. അടുത്തത് എന്ന് പറയുമ്പം ക്ലിനിക്കൽ കോറിലേഷൻസ് ആണ്. ക്ലിനിക്കൽ കോറിലേഷൻ എന്ന് പറയുമ്പം മെയിൻലി നമുക്ക് അറിയാം ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അതായത് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ ഫീമെയിൽസ് ആണ്. എറൈസസ് ഫ്രം ദി എവിടുന്ന് എറൈസ് ചെയ്യുന്നത്? എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ലാക്റ്റിഫറസ് ഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലാക്റ്റിഫറസ് ഡക്റ്റ്, ലാക്റ്റിഫറസ് സൈനസ്, ഇതൊക്കെ പറഞ്ഞു. അതാ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇതാ ലാക്റ്റിഫറസ് ഡക്റ്റ് ഉണ്ടോ? ഈ ലാക്റ്റിഫറസ് ഡക്റ്റ് അവിടുത്തെ എന്താ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ലാക്റ്റിഫറസ് ഡക്റ്റ്. എവിടുന്നാണ് എറൈസ് ചെയ്യുന്നത്? എബവ് 60% കേസസും എവിടുന്ന അപ്പർ ലാറ്ററൽ ക്വാഡ്രൻ്റ്. ആണ് മെയിൻലി. എബവ് 60% കേസസ് അവിടെ നിന്നാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺലി എഫക്റ്റ് ഫീമെയിൽസ് ബിറ്റ്വീൻ ദി 40 to 16 years ഓഫ് ഏജ്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ക്യാൻസർ മോസ്റ്റ് കോമൺ ആണ്, എപ്പിത്തീലിയൽ സെൽസ് ആണ്, 60% ആണ്. പിന്നെ 40 to 16 years ഓഫ് ഏജിലുള്ള മോസ്റ്റ് കോമൺലി എഫക്റ്റഡ് ആയിട്ടുള്ളത്. ഇനി ക്ലിനിക്കലി പ്രസൻറ്റ് ചെയ്യുന്ന അവർ എന്തൊക്കെ കൊണ്ടാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻലെസ് ആയിട്ടുള്ള ഹാർഡ് ലംബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടെ ഒരു തടിപ്പ്, നല്ലൊരു പെയിൻലെസ് ആയിട്ടുള്ള ഹാർഡ് ലംബ്. പിന്നെ ബ്രസ്റ്റ് കം ഫിക്സ്ഡ് ആൻഡ് ഇമ്മൊബൈൽ ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ഓഫ് ദ സസ്പെൻസറി ലിഗമെൻറ്റിൻ്റെ ഇൻഫിൽട്രേഷൻ കാരണം ഭയങ്കര ഫിക്സ്ഡ് ആൻഡ് ഇമ്മൊബൈലായിട്ട് മാറും നമ്മുടെ ബ്രസ്റ്റ്.
റിട്രാക്ഷൻ ഓഫ് നിപ്പിൾ ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ഓഫ് ദ സസ്പെൻസറി ലിഗമെൻറ്റ്. ഈ ഇൻഫിൽട്രേഷൻ ഓഫ് സസ്പെൻസറി ലിഗമെൻറ്റ് കാരണം തന്നെ അവിടെ ഭയങ്കര റിട്രാക്ഷൻ ഓഫ് ദ നിപ്പിൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് ഓഫ് ദ സ്കിൻ ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഇൻ ദ സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ്. നമുക്കറിയാൻ പറ്റും സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് ഉണ്ട് അവിടെ. ഈ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ്, അതായത് ലൈക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു തൊലി ഇങ്ങനെ ഓറഞ്ച്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് പിക്ക് കാണാൻ പറ്റും. ലൈക്ക് നന്നായിട്ട് എന്താ പറയുക, ഓറഞ്ചിൻ്റെ തൊലി കണക്കുള്ള പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഡ്യൂ ടു എന്താണ്, സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സിൻ്റെ ഒബ്സ്ട്രക്ഷൻ്റെ MCQ പോലെയൊക്കെ കാണാം. ഡ്യൂ ടു എന്താണ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്താ പ്യൂഡി ഓറഞ്ച്. അത് ഞാൻ നേരത്തെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ സാധനമാണ് ക്രിക്കൻബർഗ് ട്യൂമർ എന്ന് പറയുന്നത്. ഈ ഒരു സാധനം ഇതിപ്പം പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എഴുതിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. ക്രിക്കൻബർഗ് ട്യൂമർ ഇതെന്നാൽ സം ലിംഫ് വെസൽസ് ഫ്രം ദി ഇൻഫെറോമീഡിയൽ ക്വാഡ്രന്റ് ഓഫ് ദ ബ്രസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സബ് പെരിറ്റോണിയൽ lymph plexus and carry cancer cells to it. From here the cancer cell migrate transenomically and deposit on the ovary, producing a secondary tumor in the ovary called Krickenberg tumor. അതായത് ഇപ്പം നമുക്കറിയാം പൊതുവേ ഇപ്പോൾ എന്തെങ്കിലും ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ലിംഫാറ്റിക്സ് വഴി സ്പ്രെഡ് ആവുന്നതാണ്. നമ്മളിപ്പോൾ ലിംഫാറ്റിക്സ് വഴി അതിൻ്റെ സെൽസ് ഇങ്ങനെ സ്പ്രെഡായി പോയി മെറ്റാസ്റ്റാസിസ് പോലെ, അതായത് സ്പ്രെഡായി ഇങ്ങനെ വന്ന് നമുക്കറിയാം ലോവർ മീഡിയൽ ക്വാഡ്രൻറ്റിൽ നിന്ന് എവിടത്തോട്ട് പോകുന്നുണ്ട്, സബ് പെരിറ്റോണിയൽ പ്ലെക്സസ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വീണ്ടും ഇവിടുന്ന് കണ്ടോ, ഈ ആരോ മാർക്ക് കണ്ടോ, ഇവിടുന്ന് ഓവറിയിലോട്ട് ഈ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് ഒക്കെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അവിടെ സെക്കൻഡറി ട്യൂമർ പോലെ ഓവറിയിൽ ട്യൂമേഴ്സ് ഉണ്ടാവും. അതിനാണ് ഈ ക്രിക്കൻബർഗ് ട്യൂമർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കൂ, പറഞ്ഞുതരാം. സം ലിംഫ് വെസൽസ് ഫ്രം ദി, അതായത് ഇൻഫെറോമീഡിയൽ ക്വാഡ്രൻറ്റ് നമുക്കറിയാം. ഇൻഫെറോമീഡിയൽ ക്വാഡ്രൻറ്റ് താഴെയുള്ള മീഡിയൽ ക്വാഡ്രൻറ്റിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് വിത്ത് സബ് പെരിറ്റോണിയൽ ലിംഫ് പ്ലെക്സസ് ആൻഡ് ക്യാരി ക്യാൻസർ സെൽസ് ടു. നമുക്കറിയാം ക്യാൻസർ സെൽസ് അവിടെ എത്താം, അതായത് സ്പ്രെഡ് നമ്മുടെ ലിംഫാറ്റിക്സ് വഴി സ്പ്രെഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ക്യാൻസർ സെൽ മൈഗ്രേറ്റ് ട്രാൻസീലോമിക്കലി ആൻഡ് ഡെപ്പോസിറ്റ് ഓൺ ദി ഓവറി പ്രൊഡ്യൂസിങ് സെക്കൻഡറി ട്യൂമേഴ്സ്. അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഓവറിയിൽ ട്യൂമേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതിനാണ് ക്രിക്കൻബർഗ് ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ്. അപ്പം എല്ലാം ഓർമ്മയില്ലേ, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. എന്താണ് ലൊക്കേഷൻ, എവിടെയാണ് ലൊക്കേഷൻ? superficial fascia, pectoral region, small extension, superolateral part ഏതാ, axillary tail of Spencer, അതൊക്കെ foramen langur. പിന്നെ ഷേപ്പ് ഹെമിസ്ഫെറിക്കൽ 2nd to 6th, അതാ ഫിഗർ പഠിച്ചാൽ മതി. ലാറ്ററൽ ബോർഡർ ഓഫ് ദി സ്റ്റേർണം ടു മിഡ് ആക്സിലറി ലൈനും. റിലേഷൻസ് 3 മസിൽസ്. പിന്നെ സ്ട്രക്ചേഴ്സ് സ്കിന്ന്, സ്ട്രോമ, പാരങ്കൈമ, ആർട്ടീരിയൽ സപ്ലൈ 3 ആക്സിലറി ആർട്ടറി, പിന്നെ ഇന്റേണൽ പെക്ടോറൽ ബ്രാഞ്ച്, ഇന്റേണൽ തൊറാസിക് ആർട്ടറി, പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ ആർട്ടറി, അങ്ങനെ തൊറാസിക് ആർട്ടറീസ് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. എന്നിട്ട് ഈ ഫിഗർ വരക്കണേ മാർക്കേ കിട്ടൂല. പിന്നെ ആക്സിലറി വെയിന്, ഇന്റേണൽ തൊറാസിക് വെയിൻ, ഇതൊന്ന് റീകളക്ട് ചെയ്തെടുക്കുക. നെർവ് സപ്ലൈ അത് 2nd to 6th, ഇന്റർകോസ്റ്റൽ നെർവ് ഡിറൈവ്ഡ് ഫ്രം, പിന്നെ പ്രൈമറിലി സൊമാറ്റോസെൻസറി. പിന്നെ ഇതൊക്കെ ഈ 2 ഡയഗ്രാം ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ സാറില്ല, ഇതൊന്ന് ജസ്റ്റ് വരച്ച് വെച്ചാൽ മതി. പിന്നെ ക്രിക്കൻബർഗ് ട്യൂമർ അങ്ങനെയൊക്കെ. ഇനി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഇത് ഫീമെയിൽസിൽ മോഡ്, പിന്നെ ലാക്ടിഫറസ് ഡക്റ്റിൻ്റെ എപ്പിത്തീലിയൽ സെൽസ് അതൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ പെയിൻലെസ് ലംബ്, ഇമ്മൊബൈലായിട്ടുള്ള ഇത്, റിട്രാക്ഷൻ, അതൊക്കെ ഓർത്ത് വെച്ചിട്ട് പിന്നെ ക്രിക്കൻബർഗ് ട്യൂമർ. ഇത്രയേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നന്നായിട്ട് ലോങ്ങസ്റ്റ് ആണ്, അത്യാവശ്യം നല്ലോണം ക്ലിനിക്കലിയും നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.